ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോയാലോ? നമ്മളിപ്പോൾ പോകുന്ന ഒരു പാർക്കിലേക്കാണ്. പാർക്കെന്ന് വെച്ചാൽ ഒരു സാധാരണ പാർക്കല്ല, ഒരു കോട്ടയാണത്. 1870 സ്ഥാപിച്ച ഒരു കോട്ട. അതിപ്പോൾ ഇവിടെ അറിയപ്പെടുന്നത് സ്കോർ ഹിൽ ഫോർട്ട് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ബെർമുഡ ഐലൻഡ് ഒരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ്. 181 ദ്വീപുകളാണ് ഇവിടെ ഉള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വ്ളോഗിലിടാം. ബെർമുഡ ഐലൻഡിൻ്റെ ഹിസ്റ്ററി വേറൊരു വ്ളോഗിലൂടെ ഞാൻ പറയാം. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇതൊരു ചെറിയ കുന്നാണ്. ഈ കുന്ന് കയറി നമ്മൾ ഈ മേളിലെത്തണം. അവിടെയാണ് ഈ സ്ഥലമുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ? ഇതൊന്നും കണ്ടില്ലേ? എല്ലാം നമ്മുടെ നാട് പോലൊക്കെ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഇടുക്കി സൈഡിലോട്ടൊക്കെ നോക്കുന്ന പോലെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ കൂടുതലും. പിന്നെ ഇവിടെ മേളിൽ ചെന്ന് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ ഐലൻഡ് ഫുള്ള് നമ്മുടെ സിറ്റി, ഇവിടുത്തെ ഹാമിൽട്ടൺ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ സിറ്റി. ആ സിറ്റിയൊക്കെ കാണാം, ഡോക്യാർഡ് കാണാം, എല്ലാം കാണാം. നമ്മളൊരു നടുക്ക് നിൽക്കുന്ന പോലെ, നമുക്ക് ഈ ഐലൻഡിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ്. നമ്മൾ പറഞ്ഞ കോട്ടയ്ക്കുള്ളിലോട്ടുള്ള ഗേറ്റാണ് കാണുന്നത്. ഇതാണ് ബെർമുഡ വെതർ സ്റ്റോൺ. പണ്ട് കാലത്തെ ആൾക്കാർ ഈ കല്ല് നോക്കിയിട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരുന്നത്. ഇതിൻ്റെ മേളിൽ വൈറ്റ് ആകുവാണെങ്കിൽ ഇവിടെ സ്നോ ഉണ്ടാവുമെന്നാണ് പറയുക. പക്ഷേ ഇവിടെ ഇതുവരെ സ്നോ സീസൺ വന്നിട്ടില്ല. ഇതാണ് മിസൈൽ. ഞാൻ ആദ്യമേ ഇത് കണ്ടപ്പോൾ ഓർത്ത് നമ്മുടെ ശിവലിംഗം പോലത്തെയൊക്കെ ഏകദേശം ഒരു രൂപമൊക്കെ തോന്നി. അപ്പം മിനേട്ടനാണ് പറഞ്ഞത് ഇത് നീ ഉദ്ദേശിക്കുന്ന സാധനമല്ല, മിസൈലാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി. കോട്ടയ്ക്കകത്തോട്ട് നമ്മൾ ഇറങ്ങി പോവുകയാണ്. കൂട്ടിയിടുകയാണ് ചെയ്താൽ പണ്ടത്തെ ഇതൊക്കെ പ്രശ്നങ്ങളായിരുന്ന സമയത്ത് അവർ ഇവിടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കി അതിന്റെ ഭക്ഷണമൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി. അപ്പം എന്തെങ്കിലും പ്രശ്നം കാരണം വേൾഡ് വാർ പോലത്തെ സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാം. ഇത്ര ഉള്ളോ? അങ്ങോട്ടുണ്ടോ? താഴോട്ട് ഇത് പല താഴെ താഴ്ത്തഗ്രൗണ്ട് വരെ ഉണ്ടാവും. എൻ്റെ അമ്മോ, നോക്കണേ, ഇത് ഭയങ്കര തന്നെ എനിക്ക് സ്ലിപ്പറിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ തോക്ക് വെച്ചിട്ട് ആരും ഇല്ലടാ, നമുക്ക് തിരിച്ചു പോയി ഇതുവഴി കയറി ഇതുവഴി ഇറങ്ങാം. ലൈറ്റൊക്കെ ഇവർ പിടിപ്പിച്ചായിരിക്കും പിന്നീട്. മേളിലോട്ടല്ലല്ലോ കേട്ടോ. നിനക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ല കേട്ടോ. എനിക്ക് പേടിയാവുന്നുണ്ട്. വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല, എന്ത് തെയ്യുമേ. കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. വെട്ടമൊക്കെ കുറഞ്ഞു വന്നു. അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മസിൽ ലോഡ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റോയൽ നേവി ഡോക്യാർഡ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയെന്നാണ് പറയുക. പണ്ട് അമേരിക്കക്കാർ ഈ ഡോക്യാർഡ് കൈയടക്കാൻ ശ്രമിക്കുന്നതായിട്ട് ബ്രിട്ടീഷുകാർക്ക് തോന്നി. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ നിർമ്മിച്ച ഒരു കോട്ടയാണിത്. അവിടെ ഒരു ടെലിസ്കോപ്പ് ഉണ്ടായിരുന്നു. ഞാനതിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ് എല്ലാം കാണാമോ. ക്ലിയർ ആയിട്ടൊന്നും കാണത്തൊന്നുമില്ല. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളവിടെ ഒരു ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചു. ചായയും കടികളും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയതാണ് കേട്ടോ. അത് പോയി അവിടെ ഇരുന്ന് ഈ ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ കണ്ട് കഴിച്ചു.
അവിടെ ഒരു ന്യൂ ബോൺ ബേബിയുടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഇരുന്നാൽ നല്ല ഭംഗിയായിട്ട് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.